ിലേക്ക് കടക്കുകയാണ്. ഡൽഹി ചെങ്കോട്ട സ്ഫോടനത്തിൽ ഉമർ നബിയുടെ ഒരു സഹായി കൂടി അറസ്റ്റിലായിരിക്കുന്നു. ഫരീദാബാദ് സ്വദേശിയായ സോയാബിനെയാണ് NIA പിടികൂടിയത്. സ്ഫോടനത്തിന് മുൻപ് ഉമർ നബിക്ക് താമസ സൗകര്യം നൽകിയത് ഇയാളാണ് എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അർജുൻ പീതാംബരൻ വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ചേരുന്നു. അർജുൻ, ഓരോ ദിവസവും കൂടുതൽ വിവരങ്ങൾ വരികയാണ്. അപ്പോൾ ഇയാൾ ഏതു വിധത്തിലാണ് ഇയാളുമായി ഉമർ നബിയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു താമസ സൗകര്യം ഏർപ്പെടുത്തിയതിനപ്പുറത്തേക്ക് ഈ ഒരു ആക്രമണ പദ്ധതിയിൽ ഏതെങ്കിലും വിധത്തിലുള്ള ഒരു റോൾ നിർവഹിച്ചിട്ടുള്ള ആൾ കൂടിയാണോ? ഏഴാം പ്രതിയാണ് ഈ ചെങ്കോട്ട സ്ഫോടന കേസിലെ ഏഴാം പ്രതിയാണ് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്ന സോയാബ്. അയാൾ ഫരീദാബാദിലെ ദൗജ് സ്വദേശിയാണ്. ദൗജ് എന്ന് പറയുന്നത് അൽഫല സർവകലാശാല നിൽക്കുന്ന അതേ ഗ്രാമം തന്നെയാണ്. രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, താമസ സൗകര്യം ഒരുക്കി നൽകി എന്നുള്ളത്. രണ്ടാമത്തേത്, ചില ലോജിസ്റ്റിക്കൽ സഹായങ്ങൾ കൂടി ഈ പറയുന്ന ഉമറുൻ നബിക്ക് സോയാബ് നൽകിയിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് NIA വ്യക്തമാക്കിയിരിക്കുന്നത്. ലോജിസ്റ്റിക് സഹായം എന്ന് പറയുമ്പോൾ ഈ ദൗജിൽ നിന്നും അതുപോലെ തന്നെ ഫരീദാബാദും ഗുരുഗ്രാമും നൂ പോലെയുള്ള മറ്റിടങ്ങളിൽ നിന്നും ഇവർക്ക് IED ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള രാസവളം, രാസവസ്തുക്കൾ, അമോണിയം നൈട്രേറ്റ് ഉൾപ്പെടെയുള്ള പല വസ്തുക്കളും അത് ശേഖരിക്കാൻ വേണ്ടിയിട്ടുള്ള സഹായങ്ങൾ കൂടി ഉമറും നബിക്കും അതുപോലെ തന്നെ വൈറ്റ് കോളർ ഭീകര സംഘടനയിലെ മറ്റ് ആളുകൾക്കും ഈ പറയുന്ന സോയാബ് ചെയ്തു നൽകി എന്നുള്ള കാര്യമാണ്. ഏറ്റവും പ്രധാനമായിട്ടും ഇയാൾ ദൗജ് സ്വദേശിയും അതുപോലെ ഫരീദാബാദ് സ്വദേശി ആയതുകൊണ്ട് തന്നെ ലോക്കലി അയാൾക്കുണ്ടായിട്ടുള്ള കോൺടാക്റ്റുകളെല്ലാം തന്നെ ഇയാൾക്ക് ഈ സംഘത്തിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ ശേഖരിക്കാനും അത് ഒപ്പിച്ചും നൽകാൻ വേണ്ടി അയാൾ ഉപയോഗിച്ചു എന്നുള്ള കാര്യമാണ് നിലവിൽ NIA വ്യക്തമാക്കിയിരിക്കുന്നത്. മാത്രമല്ല, ഈ പറയുന്ന സോയാബിന് ഡൽഹി സ്ഫോടനം, ഈ ചെങ്കോട്ട സ്ഫോടനം അതുപോലെ വൈറ്റ് കോളർ ഭീകര സംഘത്തിന്റെ പദ്ധതികളുമായി എന്തെങ്കിലും അറിവുണ്ടായിരുന്നോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും NIA ഒരു സ്ഥിരീകരണം നടത്തിയിട്ടില്ല. അത് പക്ഷേ കൂടുതൽ ചോദ്യം ചെയ്യലിൽ മാത്രമേ മനസ്സിലാക്കുള്ളൂ. നേരത്തെ തന്നെ സോയാബിന് ഇവരുടെ പദ്ധതികൾ എന്താണ് എന്നുള്ള കാര്യം അറിയാമായിരുന്നോ എന്നുള്ളത്. എന്തായാലും വൈറ്റ് കോളർ ഭീകര സംഘത്തിലെ മുഴുവൻ കണ്ണുകളെയും പിടികൂടാൻ വേണ്ടിയിട്ടുള്ള അത് അവരെ പിടികൂടി അവരുടെ എല്ലാ പദ്ധതികളും, ഇപ്പോൾ മുന്നോട്ട് എന്തെങ്കിലും കൂടി പദ്ധതി ഉണ്ടായിരുന്നെങ്കിൽ അതടക്കം പൂർണ്ണമായും തകർക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ, എല്ലാ സ്ലീപ്പർ സെല്ലുകളെയും കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളിലാണ് NIA ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. അതിനുവേണ്ടിയുള്ള അന്വേഷണങ്ങളും റെയ്ഡുകളും പുരോഗമിക്കുന്നു. ഇതിനോടൊപ്പം തന്നെ 7 പ്രതികളെ ഈ ചെങ്കോട്ട സ്ഫോടനവുമായി ബന്ധപ്പെട്ട് NIA അറസ്റ്റ് ചെയ്തിട്ടുമുണ്ട്. അവരെ വിശദമായി ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്ന മുസമിൽ ഇതിലെ 2ാം പ്രതിയാണ്. അയാളെ ലക്നൌവിൽ ഉൾപ്പെടെ എത്തിച്ച് തെളിവെടുപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം അയാൾ അൽഫല സർവകലാശാല ആ പ്രദേശത്തേക്കും എത്തിച്ചിരുന്നു. തെളിവെടുപ്പ് കൂടി ഈ ഷഹീന്റെയും മുസമിലിനെയും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ശരി. അർജുൻ പിതാമനാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.